ഷെഫീന ബീവിക്ക് ഒരു പണി കിട്ടിയ വിവരം നിങ്ങൾ ആരെയും അറിഞ്ഞിരുന്നു? എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം ആരാണ് ഷെഫീന ബീവി എന്നുള്ളത് അല്ലേ. അപ്പം ഷെഫീന ബീവിയുടെ ഒരു വീഡിയോ UAE അതിന് വിലക്ക് വന്നിട്ടുണ്ട്. ആ വീഡിയോ റിമൂവ്ഡ് ആയിപ്പോയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളും ചെയ്തിരുന്നതിനെ പറ്റിയൊരു വീഡിയോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ സംഘപരിവാർ RSS സംഘികൾക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും നിങ്ങൾ അതിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പം ഈ സംഘികൾ കാണിക്കുന്ന കൊള്ളരുതായ്മ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് വലിയ പോലീസുകാരനാണെങ്കിലും വേണ്ടില്ല, അവനെ കൊല്ലങ്ങളോരം അവർ ജയിലിലിട്ടിരിക്കും, കള്ളക്കേസ് കുടിക്കിട്ടും. ഇനി സംഘികൾക്കെതിരെ സംഘികൾ ചെയ്ത കൊള്ളരുതായ്മ കാണിച്ചിട്ട് സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ അത് സെൻസേർഡ് ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകന്മാരുടെയും വീട്ടിലോട്ട് EDയും NIയും പട്ടികൾ കയറുന്ന പോലെ കയറി ഇറങ്ങി നിരങ്ങിയിരിക്കും. ഇനി സംഘികളെക്കുറിച്ച് വല്ല മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ റോട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ അവൻ അടിച്ചവന്മാർ ഒതുക്കി കൊന്നുകളയും. ഇനി ഇതൊക്കെ പോട്ടെ, സംഘികൾക്കെതിരെ അല്ലെങ്കിൽ സംഘികൾ കാണിക്കുന്ന കൊള്ളരുതായ്മ, വേറെ ചില വാക്ക എനിക്ക് വന്നത് പോട്ടെ, കൊള്ളരുതായ്മ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അവർ റിപ്പോർട്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, ചാനലിനെ അവരില്ലാണ്ടാക്കും. അതിന് പകരം ഗോദി മീഡിയയിൽ വരുന്ന എന്ത് മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി ന്യൂസുകളും കൊടികുത്തി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതൊരു ആമുഖം മാത്രമാക്കി എടുത്താൽ മതി. ഷെഫീന ബീവിയുടെ ചാനലിലെ ഒരു വീഡിയോ UAE ബ്ലോക്ക് ചെയ്തു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഒരു മലം ചാനലുണ്ട്. മലം ചാനൽ, തീട്ട ചാനൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഈ തീട്ട ചാനലിൽ കൂടെ വരുന്നത് അതായത് മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഒരു കോർണറിലോട്ട് അങ്ങ് ഒതുക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് തുരത്തണം എന്നുള്ള രീതിയിലുള്ള ഒരേ അജണ്ട വെച്ചിട്ട് പോകുന്ന ഒരു മലം ചാനൽ. ഈ മലം ചാനലിൽ നമ്മുടെ നാട്ടിലെ സകല സംഘികളും മുസംഘികളും ക്രിസംഘികളും എച്ചിൽ ചെറ്റ മുസ്ലിങ്ങളും വന്നിരുന്നിട്ട് പ്രസംഗിക്കുന്ന ഒരു മലം ചാനൽ. ഈ ചാനലിന് ഫണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഡയറക്ടർ ബോർഡിലെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു കോവാലൻ. ഈ കോവാലൻ്റെ കമ്പനി നമ്മുടെ നാട്ടിലുണ്ട്. ഈ കോവാലൻ്റെ മറ്റ് ചില കമ്പനികൾ അങ്ങ് UAE കിടക്കുന്നത്. ഈ പറഞ്ഞ മുസ്ലിം രാജ്യം, അതായത് ശരീഅത്ത് നിയമം പോകുന്ന സംഘികൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഇസ്ലാമിക് കൺട്രി ആയിട്ടുള്ള UAE ഈ മലം ചാനലിൻ്റെ മലം ഓണറായിട്ടുള്ള ഒരു മലം കോവാലൻ്റെ മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടക്കുന്നത്. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ടാണ് ഈ മലം കോവാലൻ ആ ഫണ്ട് ഈ നാട്ടിലോട്ട് അയച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചാനൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഈ പറഞ്ഞ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എതിർക്കുന്ന എല്ലാ ചെറ്റ ന്യൂസുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പിമ്പായിട്ട് അതിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മലം നമ്പ്യാരും ഈ ചാനലിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ ചാനലിൽ വന്നിരിക്കുന്ന സകലമാന മലങ്ങളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കെതിരെ, അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ, ഈ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും കുത്തിത്തിരിമുണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങ് ഇസ്ലാമിക് രാജ്യത്ത് നിന്ന് തന്നെ അവന് ബിസിനസ് ഉണ്ടാക്കി ഫണ്ട് ഇങ്ങോട്ട് എത്തിക്കണം എന്നുള്ളൊരു അവസ്ഥനെ പറ്റി വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം ഷെഫീന ബീവി ഒരു വീഡിയോ ഇട്ടു. ഒരു 15 ദിവസം സമയം കൊടുത്തു അവർക്ക്. ആ 15 ദിവസം സമയം കൊടുത്ത എന്തിനാണ്? ഈ ഷെഫീന ബീവിനെ പറ്റി എല്ലാ വേണ്ടാത്തവരും പറഞ്ഞിരിക്കുന്ന ഒരു കാമക്കഴുത ആ ചാനലിൽ വന്നിരുന്നിട്ട് കുറേ കൊണച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇമാതിരി തെറ്റായ ന്യൂസുകൾ ഇട്ടിട്ട് അല്ലെങ്കിൽ തെറ്റായ പ്രചരണം നടത്തിയിട്ട് ഇമാതിരി കാമക്കഴുതകളെ വെച്ച് ഇരുത്തരുത്, അല്ലെങ്കിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അതിനുള്ള മാപ്പ് പറയണം എന്നായിരുന്നു ഷെഫീന പറഞ്ഞത്. അപ്പം നാളേക്ക് ആ 15 ദിവസം കഴിയും. ഈ 15 ദിവസം കഴിയുന്നതിൻ്റെ കറക്റ്റ് ഒരു ദിവസം മുമ്പ് UAE ഇവരുടെ ഈ വീഡിയോ തന്നെ അങ്ങ് റിമൂവ് ആയിപ്പോയി, ബ്ലോക്ക്ഡ് ആയിപ്പോയി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഈ സംഘികൾ അവിടുന്ന് ഫണ്ട് എടുത്ത് ഇവിടെ തൂറുന്നതും പോരാ, ആ ഫണ്ട് അവിടുന്ന് കൊണ്ടുവന്ന് അതേ രാജ്യത്ത് അവർ ആ വീഡിയോ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിനെതിരെ എത്രത്തോളം റിപ്പോർട്ടും കംപ്ലയിൻസും കാര്യങ്ങളും പോയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണെങ്കിലും ഷെഫീന ബീവിയുടെ ആ ഒരു വീഡിയോ ഇന്ന് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കാണാം. മലം TV യൂസേഴ്സ് അവിടെ നിന്നുകൊണ്ട് അവിടെ നടത്തുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പുറത്തു വിട്ടിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് ഇതാണ്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആ വൃത്തികെട്ട സാധനം അവനാണ് ഇതിന്റെ ശരിക്കുള്ള ഡയറക്ടർ. അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ പണം ഉപയോഗിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ, അതായത് ഇന്ത്യൻ സ്വദേശികളാണെങ്കിലും ഇസ്ലാം വംശജരെ വംശഹത്യ ചെയ്യാനുള്ള ആഹ്വാനം കൊടുക്കുന്ന ഇത്തരം വൾഗർ ടീമുകൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അവർക്കെതിരെ അല്ല ഞാൻ പറയുന്നത്, അവരല്ല.
അവരുടെ ഇപ്പം ഇതിന് ഞാൻ വരുന്നതിന് മുമ്പ്, അതായത് 2019, 2020 കാലഘട്ടത്തിൽ അവിടെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും ജോലിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ആ ഒരു രീതി അവിടെ കർശനമാക്കാൻ നമ്മൾ അവിടെ ഉള്ള അസോസിയേഷൻ മെമ്പേഴ്സ് ഫോഴ്സ് ചെയ്യണം. കാരണം ഇവന്മാരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇവരൊക്കെ സംഘി മനസ്സുള്ളവരാണോ. എന്തുകൊണ്ട് സംഘികളെ എതിർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരേ പറയാനുള്ളൂ, ഗുജറാത്ത് കലാപം തന്നെയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സംഘികൾ ഏത് എക്സ്ട്രീം വരെ പോകും എന്നുള്ളത് തെളിയിക്കാൻ ആ ഒരൊറ്റ കലാപം തന്നെയാണ് ധാരാളം. അപ്പൊ ഈ വ്യക്തി അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ എവിഡൻസ് ആണ് ഞാൻ ഇവിടെ ചേർത്ത് വെക്കുന്നത്. എനിക്കറിയില്ല ഈ വീഡിയോ വേണമെങ്കിലും എനിക്ക് റിമൂവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കേസുകൾ വരുന്നുണ്ട്, പല രീതിയിൽ ആക്രമണമുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ലെന്ന് എനിക്കറിയാം. എന്നാലും പൊതുസമൂഹത്തിന് അറിയിക്കേണ്ട ഒരു കാര്യം, ഒരു കടമയുള്ളത് കൊണ്ട് ഞാനത് പുറത്തേക്ക് വന്ന് പറയുകയാണ്. ഞാൻ 15 ദിവസത്തെ ടൈം കൊടുത്തപ്പോൾ വീണ്ടും വീണ്ടും എന്നെ ഉപദ്രവിക്കുന്ന ഒരു ടൈം ഉള്ളത് കൊണ്ടാണ്. അത്രയും ദിവസം ചിലപ്പോൾ എന്റെ ചാനൽ നിന്നില്ല എന്ന് വന്നാൽ അതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതാണ് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ പഴയ വീഡിയോ അതിൽ കാണില്ല, കാരണം അത് റിമൂവ് ആയി പോയിട്ടുണ്ട്. UAE നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് ആ വീഡിയോ. ഇവിടുന്ന് ഇതുവരെ അങ്ങനെ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സെക്യുലർ ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് ഇവിടെ നിന്ന് അത്ര പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ അവരില്ലാത്ത കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക, ആ ഒരു ഇതുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ബേസ് വെച്ചിട്ട് അത് അവിടുന്ന് ബ്ലോക്ക്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ചില ചാനലുകളുണ്ട്. ഈ മലം ചാനൽ, മലനാടൻ മലയാളി, പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിമി ന്യൂസ്, ഇങ്ങനത്തെ കുറേ ചാനലുകളുണ്ട്. നിങ്ങൾ ഈ ചാനലിൻ്റെ ഒക്കെ ഹെഡ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സിന് നിങ്ങൾ എടുത്ത് നോക്കണം. മലത്തിൻ്റെ എന്താ പറയുക, ഡയറക്ടർ നമ്മൾ കണ്ടു, മലൻ ഗോപാലൻ. അവൻ്റെ ഫണ്ട് വരുന്നത് ദുബായിൽ നിന്നാണ്. പിന്നെ വരുന്ന ക്രിമി ന്യൂസിൻ്റെ ഓണർ കഴിഞ്ഞ ദിവസം പൊക്കിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ അവൻ്റെ ഫണ്ട് വരുന്ന അങ്ങ് ഓസ്ട്രേലിയ നിന്നാണ്. അതായത് അവൻ അവിടെയാണ് ബിസിനസ്. അവിടുത്തെ സിറ്റിസണാണ് ഈ പറഞ്ഞ ഈ ക്രിമി വേണം, അവിടുത്തെ സിറ്റിസണാണ്. അവിടെ ഇരുന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി ഈ നാട്ടിൽ ഇവിടെ കുത്തിത്തിരിവുണ്ടാക്കുക. അവനും അവൻ്റെ ഫാമിലി, അവൻ്റെ കുടുംബക്കാരും മക്കളും മരുമക്കളും സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇങ്ങോട്ട് ഒഴുക്കിയിട്ട് ഇവിടെ വന്ന് ഇമ്മാതിരി ചാനലുകൾ വെച്ചിട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കുക. പിന്നെയുള്ളൊരു മറ്റൊരു വൃത്തികെട്ട ചാനലാണ് മലനാടൻ. ഈ മലനാടൻ്റെയും സിറ്റിസൺഷിപ്പും അല്ലെങ്കിൽ ഈ മലനാടനും കുറേ കാലങ്ങളായിട്ട് UK പോയി കിടക്കുന്നത്. അവിടെയാണ് അവൻ്റെ ബേസും അവൻ്റെ ഒക്കെ വരുന്ന അവിടുന്ന്. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇമ്മാതിരി മുസ്ലിം ഈ പറഞ്ഞ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, തെറ്റിക്കുക, ഇത് തന്നെയാണ് ഈ ചെറ്റകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിലല്ല, ഇവർക്കറിയാം നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കണ്ട. കാരണം അവർ തന്നെ ഈ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കില്ല, അവർക്ക് ആ നാട്ടിൽ പോകണം. അവരുടെ മക്കൾ എല്ലാവരും അവിടെ സെറ്റിൽഡാണ്. ഇതൊന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് അടികൂടി ജീവിക്കുന്ന കുറേ അണികളും ഒരു വിവരം ബോധമില്ലാത്ത ആൾക്കാരുമാണ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവന്മാരിങ്ങനെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെ സുഖമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവന്മാർ ജീവിക്കും. നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ, ഏത് സംഘി ചാനലുകളുടെയും ഫണ്ട് വരുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്ത് നോക്കും, നിങ്ങൾ എന്നെ കണ്ണ് തള്ളിപ്പോ. നിങ്ങൾക്ക് ഇപ്പോൾ 3 ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ലീഡിങ് ആയിട്ട് നിൽക്കുന്ന 3 മലം ചാനലുകളുടെ ഉദാഹരണങ്ങൾ നിൽക്കുന്ന 3ൻ്റെ ഓണേഴ്സ് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെയാണ് അവർക്ക് ഫണ്ട് വരുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഏതായാലും ഈ കർമ്മ ന്യൂസ്, ഏതായാലും നമ്മുടെ ക്രിമി ന്യൂസിൻ്റെ ഓണറിനെ കഴിഞ്ഞ ദിവസം പോലീസ് പൊക്കിയിട്ടുണ്ട്. അത് എന്തായിരുന്നു, മറ്റേ കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന് സമയത്താണ് തെറ്റായിട്ടുള്ള പ്രചരണം, മുസ്ലിങ്ങൾക്കെതിരെ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്തതിൻ്റെ പേരിൽ ആ ചങ്ങായിനെ പൊക്കിക്കൊണ്ടുപോയത്. അതുപോലെ ഓരോ ഈ പറഞ്ഞ വാണങ്ങളുടെയും ഐഡൻറ്റിറ്റി പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ആക്ഷൻസ് എടുക്കണം നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട് സംഘിനാടായിട്ടില്ല കേരളത്തിൽ വരെ. ഇന്ത്യയിലെ പല ഭാഗങ്ങളായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രമായിട്ടുള്ളൂ. മറ്റ് കുറേ സ്ഥലങ്ങളുണ്ട് സംഘികൾക്കെതിരെ തൊടാൻ പറ്റാതെ. നമ്മുടെ നാട്ടിൽ ഇവന്മാരെ തൊടിപ്പിക്കാൻ പാടില്ല. ഈ എച്ചിലുകളുണ്ടല്ലോ, പല എച്ചിൽ മുസ്ലിങ്ങളായിട്ട് കുറേ ഉണ്ട്. ഇവന്മാരുടെയൊക്കെ മെയിൻ പ്ലാൻ എന്താണെന്ന് നിങ്ങളുടെ വിചാരം? ഇവന്മാർ മുസ്ലിങ്ങൾ ഡയറക്റ്റ് വന്നല്ല ഇവന്മാരെ ആക്രമിക്കുക. ഇവന്മാർ മുസ്ലിങ്ങളെ ദുർബലരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർ. ഇവരൊക്കെ പല രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടും അല്ലാതെയും പ്രലോഭിപ്പിച്ചിട്ടും അവരടുത്തൊക്കെ അടുപ്പിച്ചിട്ട് ഇവർ ത്രൂക്കെ ഇവന്മാർ ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേഷൻസാണ് വെച്ചിട്ടുണ്ടാവുക നിങ്ങൾ കണ്ണടച്ചാൽ കാണൂല. അമ്മാതിരി പരിപാടികൾ അവന്മാർ ചെയ്തു വെക്കുന്നത്. ഇവന്മാരുടെ ഒക്കെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ സകലമായ എച്ചിലുകളുടെയും മുസംഗികൾക്കും ഒക്കെ ഒരു പിടി ഉണ്ടാവും അങ്ങ് യൂറോപ്പിലോട്ടും മറ്റു പല രാജ്യങ്ങൾക്കും. ഇവിടെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവിടുത്തെ വിസ എടുത്ത് ഇവന്മാർ അങ്ങോട്ട് പോകും. ഒരൊറ്റ വാണങ്ങൾ ഈ നാട്ടിൽ നിൽക്കില്ല. അതാണ് നമ്മുടെ ഈ പറഞ്ഞ എച്ചിലുകളുടെ എല്ലാവരുടെയും അവസ്ഥ.
അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടവർ മാക്സിമം അത് ഷെയർ ചെയ്യണം. കാരണം ഓൾറെഡി അവരുടെ വീഡിയോ എപ്പം വേണമെങ്കിലും അവരുടെ വീഡിയോ റിമൂവ് ആയി പോകും. ആ രീതിയിലാണ് ഇവന്മാർ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ടിക്ടോക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയും ഷഫീന ബീവിയുടെ വീഡിയോയും അതിൻ്റെയൊക്കെ പോർഷൻസ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതേത് രീതിയിലാണെങ്കിലും. കാരണം നമ്മുടെ നാട്ടിലെ പല സംഘികളുടെയും പേര് അവിടെയാണ്. പ്രവീൺ രവി, നമുക്കറിയാം പ്രവീൺ രവിനെ പറ്റി നിങ്ങൾക്കറിയാം. അവൻ മഹാസംഘിയാണ്. അവൻ പറഞ്ഞ വർത്തമാനങ്ങൾ അവൻ ജോലി ചെയ്യുന്ന അവിടെയാണ്. വിജി തമ്പിയുടെ മരുമകൻ, ഫാമിലി ബേസ്ഡ് അവിടെയാണ്. എന്നിട്ട് വിജി തമ്പി ഇവിടെ വന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ പല ആണുങ്ങളും ഈ പറഞ്ഞ യു എയിലും ഖത്തറിലും കുവൈറ്റിലും അവിടെയും ഇവിടെയൊക്കെ നല്ല രീതിയിൽ സുഖ ജീവിതം നയിച്ചിട്ട് കിട്ടുന്ന കാശ് ഇവിടെ കൊണ്ടിറക്കി ഇവിടെ മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. മാക്സിമം കമൻറ്റും ലൈക്കും ചെയ്യണം. കാരണം അതിനെതിരെ ഇഷ്ടം പോലെ റിപ്പോർട്ടും കാര്യങ്ങളും വരുന്ന എനിക്കറിയാം. ഇപ്പം ഷെഫീന ബീവിയുടെ ചാനലിൽ വന്ന പോലെ തന്നെ ഈ ചാനലിനും അല്ലെങ്കിൽ ഈ വീഡിയോസിനെതിരെ റിപ്പോർട്ട്സ് ഒരുപാട് വരും. മാക്സിമം നിങ്ങൾ അല്ലാണ്ട് ഇതിന് വേറെ ഒരു റവന്യൂ കിട്ടാൻ പോകുന്നില്ല. റിപ്പോർട്ട്സ് വരുന്നതനുസരിച്ച് ഇത് റവന്യൂ ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല. പക്ഷേ ആളുകളുടെ അടുത്ത് എത്തിക്കണം. മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംഘികളും മുസംഘികളും ക്രിസംഘികളും ഓരോ വീഡിയോൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഗൂഗിൾ പേ നമ്പറും വെച്ച് തെണ്ടി നടക്കുന്ന കുറേ ചെറ്റകളുണ്ട് അവരുടെ പോക്കറ്റ് നടക്കാൻ വേണ്ടി. നമ്മളാരും അത് പറയുന്നില്ല നിങ്ങളോട്. നിങ്ങൾ ആകെ പറയുന്ന കാര്യം നമ്മുടെ വീഡിയോ മാക്സിമം ആക്റ്റീവ് ആക്കി വെക്കണം, ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടെങ്കിലും. ശരി.